VC നിയമനവുമായി ഗവർണർ മുന്നോട്ട്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതുൾപ്പെടെയുള്ള 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചെന്ന് രാജ്ഭവൻ. രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി ലഭിച്ചത്. മറ്റ് 3 ബില്ലുകളിൽ തീരുമാനം കാത്തിരിക്കുകയാണെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ലോകായുക്ത ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ഭരണപക്ഷം ഗവർണർക്കെതിരെ വിമർശനം ശക്തമാക്കി. ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചതോടെ ജനാധിപത്യവും ഭരണഘടനയും വിജയിച്ചെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നേട്ടത്തിനപ്പുറത്ത് നമ്മുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കിയ ഒരു ബില്ല്, ആ ബില്ല് അന്നേ തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നു. കാരണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടതായ യാതൊരു കാര്യങ്ങളും ആ ബില്ലിനകത്ത് നിലനിൽക്കുന്നില്ല. പാസ്സാക്കിയതിനു ശേഷം ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് വ്യവസ്ഥ, ഈ വ്യവസ്ഥ ഒരേപോലെയാണ്. അപ്പോൾ അത് അപ്പം തന്നെ ഒപ്പുവെക്കേണ്ടതാണ്. അതിനകത്ത് വിവേചന അധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. ചാൻസലർ ബിൽ രാഷ്ട്രപതി ഭവൻ തടഞ്ഞുവെച്ചതോടെ VC നിയമനവുമായി മുന്നോട്ടു പോകുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ സാഹചര്യം അനുകൂലമായി. രാജ്ഭവന് ലഭിച്ച നിയമോപദേശം അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇന്നലെ സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ തുടർ വാർത്തയായി രാജ്ഭവൻ അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ബില്ലുകൾ, സർവകലാശാല നിയമ ഭേദഗതി ബില്ലടക്കം രാഷ്ട്രപതി തടഞ്ഞുവെച്ചു എന്നുള്ളതാണ്. അതായത് അതിന് അംഗീകാരമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട VC നിയമനവുമായി ഗവർണർ മുന്നോട്ട് പോകും. അത് കൂടുതൽ പോരിലേക്ക് നയിക്കുകയും ചെയ്യും. അനുജ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഗവർണർ സർക്കാർ പോര് രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി അനുമതി നൽകുകയും അക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ നേട്ടമായി സർക്കാർ ഉയർത്തിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നാലെ മൂന്ന് സർവകലാശാല ബില്ലുകൾ അത് രാഷ്ട്രപതി പിടിച്ചുവച്ചിരിക്കുകയാണ് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ രാജ്ഭവൻ അറിയിച്ചു. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്ന ബില്ല്, വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബില്ല്, സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലൈറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് എന്നിവയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ തടഞ്ഞു വെച്ചിട്ടുള്ളത്. 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ 3 ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ അറിയിക്കുന്നുണ്ട്. അതേസമയം ഈ ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു ഈ പൊതുപ്രവർത്തകനായിട്ടുള്ള RS ശശികുമാറിന്റെ വാദം. ഈ സർവകലാശാല ബില്ല് പിടിച്ചുവെച്ചിരിക്കുകയാണെന്നുള്ള വിവരം രാജ്ഭവനിൽ ലഭിച്ചതിന് പിന്നാലെ ഈ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ട് പോകാനാണ് ഗവർണറുടെ തീരുമാനം. രാജ്ഭവനിൽ ലഭിച്ച നിയമോപദേശങ്ങൾ അനുസരിച്ചാണ് തുടർ നടപടികൾ. കേരള സാങ്കേതിക കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങൾ റദ്ദാക്കാനുള്ള നീക്കവും ഗവർണറുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അനുജ, അതാണ് VC നിയമന നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകും. അദ്ദേഹത്തിന് ലഭിക്കുന്ന നിയമ ഉപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ഗവർണറുടെ തുടർ നടപടികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.